ഇൻവിസിബിൾ സിബ്. 2 തരത്തിലുള്ള ഇൻവിസിബിൾ സിബ് ഉണ്ട്. ഇപ്പോൾ നോർമൽ സിബിന് പകരം എല്ലാവരും വയ്ക്കുന്നത് ഇൻവിസിബിൾ സിബാണ്. ഇത് നമ്മളുടെ അടുത്ത് നിന്ന് അഴിഞ്ഞു പോയാൽ, അതായത് സിബിൻ്റെ ഫൂട്ടർ അതിൽ നിന്ന് വിട്ടു പോന്നാൽ അതെങ്ങനെ ശരിയാക്കാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊരു ഫ്രോക്കിലോ അല്ലെങ്കിൽ കുർത്തിയിലോ വയ്ക്കുമ്പോൾ നമ്മൾ അളവെടുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്യും. നമുക്ക് ആവശ്യമുള്ള ഭാഗം കട്ട് ചെയ്തിട്ടാണ്. ഫുൾ ലെങ്ത്തിൽ ഒരിക്കലും നമ്മൾ ഡ്രസ്സിൽ വെക്കണില്ല. അപ്പോൾ ഇതിന് ഇവിടെ ഒരു സ്റ്റോപ്പർ വെച്ചിട്ടുണ്ട്. സ്റ്റോപ്പറിന് പകരം ഇവിടെ ഇപ്പോൾ ഉരുക്കിയാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ആ നോർമൽ സിബിൽ അതിനൊരു സ്റ്റീലിൻ്റെ ഒരു സ്റ്റോപ്പർ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഇതിൽ ഉരുക്കിയിട്ടാണ് സ്റ്റോപ്പറാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സിബ് നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ, അതായത് ഒരു ഫ്രോക്കിനായാലും കുർത്തിയുടെ ബാക്കിൽ ലെങ്ത്തിനായാലും കട്ട് ചെയ്യുമ്പോൾ ആവശ്യത്തിന് എടുത്തിട്ടായിരിക്കും കട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിത് ഒരു 10 ഇഞ്ച് 12 ഇഞ്ച് അളവിലെടുത്തിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളയുമ്പോൾ ഇവിടെ ഓപ്പൺ ആവും. സിബിൻ്റെ ഈ ഭാഗം ഓപ്പണായി പോകും. അപ്പോൾ നമ്മൾ ഫൂട്ടർ വലിച്ചു കഴിയുമ്പോൾ ഇതിവിടെ നിന്ന് ഊരിപ്പോരും. അപ്പോൾ ഊരിപ്പോന്ന് കഴിഞ്ഞാൽ ഇതെങ്ങനെ ശരിയാക്കാം? സാധാരണ ഇതറിയാതെ വന്നു കഴിഞ്ഞാൽ നമ്മളത് കളഞ്ഞ് വേറൊരു സിബ് വെച്ച് സ്റ്റിച്ച് ചെയ്യണം ചെയ്യാറ്. അപ്പോൾ ഇനി അതിൻ്റെ ഒരാവശ്യമില്ല. നമ്മളുടെ കയ്യിൽ ഉള്ള സിബ് തന്നെ നമുക്ക് ശരിയാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇൻവിസിബിൾ സിബ് എല്ലാ ഡ്രസ്സുകളിലും കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരാറില്ല. പ്രത്യേകിച്ച് ബ്രൈഡൽ ഗൗൺസിൽ വയ്ക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് വെച്ചാണ്. ബ്രൈഡൽ ഗൗൺസിൽ നിന്ന് മാത്രമല്ല, ചില ഡ്രസ്സുകളിൽ ഇത് മുഴുവനായിട്ട് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ ഇൻവിസിബിൾ സിബ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഊരി പോന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് തിരിച്ച് നമ്മളത് വീണ്ടും ഇതിലേക്ക് ഫിക്സ് ചെയ്യണേ എന്നുള്ളതാണ് കാണിക്കാൻ പോകണം. അപ്പോൾ ഞാനിത് ആദ്യം കട്ട് ചെയ്ത് കാണിക്കാം. സിബിൻ്റെ ഫൂട്ടർ പിടിച്ച് നമ്മൾ വലിച്ചു കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഊരിപ്പോരുന്നു. ഇതേ ഫൂട്ടർ ഇവിടെ നിന്ന് നമ്മളുടെ കയ്യിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചെങ്ങനെയാണ് ഫിക്സ് ചെയ്യണേ എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സിബിൻ്റെ 2 ഭാഗങ്ങൾ ഊരി പോന്നിരിക്കുന്നത് കയ്യിലെടുക്കുക. സിബ് ഫൂട്ടർ കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ വലിപ്പം കൂടിയ ഭാഗത്ത് നിന്ന്, അതായത് അടിവശം വീതി കൂടിയ ഭാഗത്ത് ഒരു സൈഡില്ല സിബിൻ്റെ ഉള്ളിലേക്ക് കടത്താം. സിബിൻ്റെ വശം ഉള്ളിലേക്ക് കടത്താം. അത് പകുതി ഭാഗം മാത്രമേ ഫൂട്ടറിനുള്ളിലേക്ക് കടത്താൻ പാടുള്ളൂ. അത് കടത്തി വെച്ചതിന് ശേഷം അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സിബും പകുതി ഭാഗം കടത്താം. അതിനുശേഷം ഫൂട്ടറിൻ്റെ ആ പ്രസ് ചെയ്യുന്ന ഭാഗം പിടിച്ച് 2 സിബിൻ്റെ ഭാഗങ്ങളും ഉള്ളിലേക്ക് കടത്തിയ ശേഷം സിബ് ഫൂട്ടർ വലിച്ച് എടുക്കുക. ഇങ്ങനെയാണ് ഇൻവിസിബിൾ സിബ് ശരിയാക്കുന്ന വിധം. സിബ് കേടായാൽ മറ്റൊന്ന് വാങ്ങുന്നതിന് പകരം നമുക്ക് തന്നെ ശരിയാക്കാവുന്നതാണ്.